കോട്ടയം ജില്ലയിൽ പ്രളയം വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്തിരുന്ന മഴ വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചു. പല വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും പെട്ടെന്നും കിട്ടിയ സാധനങ്ങൾ എടുത്ത് ഓടുന്നു. ജോലിയില്ലാത്ത ദിവസങ്ങൾ, അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാര്യമായി ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കയ്യിലേക്ക് കയറുന്ന സാധനങ്ങൾ അതൊക്കെ സന്നദ്ധ സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നൽകുകയാണ്. ഇപ്പോൾ എന്തായാലും നമ്മളുള്ളത് കോട്ടയം BJPയുടെ വെസ്റ്റ് ജില്ലാ ഓഫീസിലാണ്. അവിടെ വലിയ തോതിൽ തന്നെ ഈ ക്യാമ്പിൽ കഴിഞ്ഞിട്ടുള്ള, അതായത് ക്യാമ്പിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും, ക്യാമ്പിലെത്തിയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും അത് 2000 കിറ്റുകൾ അവർ തയ്യാറാക്കുന്നതാണ്. അരിയും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട പലവ്യഞ്ജന സാധനങ്ങളും, ബിസ്ക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വസ്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിറ്റാണ് തയ്യാറാക്കുന്നത്. അതിൽ എത്ര ഉൽപ്പന്നങ്ങൾ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഒരു BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കുടുംബങ്ങൾക്ക് കല്യാണമാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു 2500-3000 കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 9-10 പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. പൈമനം, കുമരകം, തിരുവാർപ്പ്, ആർപ്പൂക്കര, കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ നട്ടാശ്ശേരി, നാട്ടകം പ്രദേശങ്ങൾ, അതുപോലെ തന്നെ എറഞ്ഞാൽ, പാറമ്പുഴ, പിന്നെ പനച്ചിക്കാട് പഞ്ചായത്തിൻ്റെ ചില വാർഡുകൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ പേരൂർ പ്രദേശങ്ങൾ, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വീടുകളെ ബാധിച്ചിരിക്കുന്നത്. കാരണം ഈ വെള്ളം കയറിയ സമയത്ത് വെള്ളം ഇറങ്ങാതെ കുറേ ദിവസങ്ങൾ അവിടെ നിന്നതിൻ്റേതായ വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീടുകളിൽ, ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. ഒപ്പം വസ്ത്രങ്ങൾ, കാരണം വീടുകളിൽ നിന്ന് വസ്ത്രമൊക്കെ എടുക്കാതെയാണ് ഇവർ പലരും പോന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു 2500-3000 വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഐറ്റങ്ങൾ ഉള്ളതെന്നുള്ളത് നോക്കിയിട്ടുണ്ടോ? ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇപ്പം പലചരക്ക് സാധനങ്ങൾ, അരിയുണ്ട്, പയറുണ്ട്, കടലയുണ്ട്, പഞ്ചസാരയുണ്ട്, തേയിലയുണ്ട്, പിന്നെ സോപ്പുണ്ട്, പേസ്റ്റുണ്ട്, ബ്രഷുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കി സാധനം കളക്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അത് ഇവിടുന്ന് ഇത് സെഗ്രിഗേറ്റ് ചെയ്യും. ഇവിടെ യുവമോർച്ചയുടെ പിള്ളേർ വന്നിട്ടുണ്ട്, ABPയുടെ പിള്ളേർ വന്നിട്ടുണ്ട്, പാർട്ടിയുടെ പ്രവർത്തകരുണ്ട്. എല്ലാവരും കൂടെ ഇവിടെ ഇരുന്നത് തരംതിരിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇത് കൊടുത്ത് ഓരോ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് കിറ്റുകളാക്കി താഴ്ത്തും. പോണതനുസരിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അവർ തീരുമാനിച്ച് അവർ കൊടുക്കും. അങ്ങനെ തന്നെയാണ് പഞ്ചായത്തുകളിലേക്കാണ് ഏൽപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നിരവധി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നൊക്കെ മുന്നോട്ടൊക്കെ പോകുമ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ്, അതിനുള്ളിലൊക്കെ തന്നെ നിരവധിയായ സാധനങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടുള്ളത്. പുത്തൻ വസ്ത്രങ്ങൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അരി സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കിറ്റുകൾ, തയ്യാറായ കിറ്റുകളും നിരവധി കിറ്റുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു നിരവധിയായ കിറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ ഉണ്ട്, ABPയുടെ പ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടായി പ്രവർത്തനം തന്നെയാണ് എന്തായാലും BJPയുടെ വെസ്റ്റ് ജില്ലാ ഓഫീസിൽ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ABPയുടെ പ്രവർത്തകരാണ്, നിങ്ങളും ഇതിന്റെ കൂടെ ഭാഗമായില്ലേ BJPയുടെ? അതെ, തീർച്ചയായും. വിദ്യാർത്ഥി പരിഷത്തിന്റെ ഒരു വിങ്ങാണ് സ്റ്റുഡൻസ് ഫോർ സേവ എന്നത്. രാജ്യത്തുടനീളം സേവന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ രംഗത്തുണ്ട്. ഈ കഴിഞ്ഞ പ്രളയ കാലത്തിനാണെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നിരവധി കിറ്റുകളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരവധി സ്കൂളുകൾ ക്ലീൻ ചെയ്യാൻ, വെള്ളം ഇറങ്ങിയ ശേഷം സ്കൂൾ ക്ലീൻ ചെയ്യുകയും അടക്കമുള്ള പ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഏകോപിക്കുന്ന ഭാഗമായിട്ടും ഇത് പല സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതായിട്ട് ഉണ്ടെന്നറിഞ്ഞ് നമ്മളിങ്ങനെ എത്തുകയാണ്. അതുതന്നെയാണ്. എന്തായാലും നിരവധി കിറ്റുകളുണ്ട്. അതായത് 3000-ഓളം കുടുംബങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, അതായത് അത്യാവശ്യ ഘട്ടത്തിൽ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒന്നുമില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ്. വിവിധ സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും ഒക്കെ തന്നെ അവരുടെയൊക്കെ ഒരു സഹായം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും വലിയ തോതിൽ തന്നെയുള്ള കിറ്റും പാക്കിങ്ങും മറ്റ് കാര്യങ്ങളും നടക്കുന്നു. ഇന്ന് തന്നെ ഈ കിറ്റും മറ്റു കാര്യങ്ങളും ഈ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കും. തുടർന്ന് അവർ ക്യാമ്പിൽ നിന്ന് പോകുന്നതനുസരിച്ചും ക്യാമ്പിൽ നിന്ന് പോയ ആളുകൾക്കും പഞ്ചായത്തുകൾ വഴിയാണ് ഇത് കൈമാറ്റം നടക്കുന്നത്.